ഹോംസിന്റെ നിരീക്ഷണ സ്വഭാവം വാട്സനെ വീണ്ടും നന്നായി അമ്പരപ്പിച്ചു കളഞ്ഞു. ഇത് തന്നെ ആശ്ചര്യപ്പെടുത്താൻ ഹോംസ് കരുതിക്കൂട്ടി ചെയ്തതാണോ എന്ന് വാട്സന് തോന്നിപ്പോയി. എന്നാൽ അതുകൊണ്ട് ഹോംസ് എന്തു നേടാനാണ്? ഹോംസ് ആ കത്ത് വായിച്ചു. പിന്നീട് ചിന്താധീനനായി. വാട്സൺ ആഗതനെപ്പറ്റി വീണ്ടും ചോദിച്ചു. അയാൾ നാവികസേനയിലായിരുന്നെന്ന് എങ്ങനെ അറിഞ്ഞു? രണ്ടും രണ്ടും കൂട്ടിയാൽ 4 എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ കുഴങ്ങിപ്പോകും സുഹൃത്തെ. ഇത് അതിലും എത്രയോ എളുപ്പമാണ്. അയാളുടെ കൈപ്പത്തിലെ ആങ്കർ അടയാളം ഞാൻ ദൂരെ നിന്ന് തന്നെ കണ്ടല്ലോ. ഹെയർ സ്റ്റൈലും പട്ടാളക്കാരന്റെ ഗൗരവവും വ്യക്തമായുണ്ട്. നടത്തവും കെയിൻ തൂക്കിയ വിധവും ശരീരഘടനയും ഒരു മാനിന്റെ രൂപവും ശരിക്കും ഒരു സർജന്റിന്റേതാണെന്ന് അറിയാൻ എന്തു പ്രയാസം. ഹോംസ് തരിച്ചു നിന്നു. ഞാൻ പറഞ്ഞത് ശരിവെക്കുന്ന വിധത്തിലാണ് ഇവിടെ ഇപ്പോഴും കുറ്റവാളികൾ വിലസുന്നു എന്ന കത്തുമായി അദ്ദേഹം വന്നിരിക്കുന്നത്. ആ കുറിപ്പ് നോക്കിയ വാട്സൺ അത്ഭുതപ്പെട്ടു. ഹോംസ് അത് ഉറക്കെ വായിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ട ഷെർലക് ഹോംസ്, ബ്രക്സ്റ്റൺ തെരുവിന്റെ മറുഭാഗത്ത് ലോറസ്റ്റൺ ഗാർഡനിലെ നമ്പർ 3 ഇത് സംഭവിച്ചത്. റോന്ത് ചുറ്റിക്കൊണ്ടിരുന്ന ഒരു പോലീസുകാരൻ രാത്രി 2 മണിയോടെ ഒഴിഞ്ഞൊരു വീട്ടിൽ ഒരു വെട്ടം കണ്ടു. അവിടെ ഒരു മാനിൻ മരിച്ചു കിടന്നു. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഇനോബ്ജെക്ട് റബ്ബർ ക്ലീവ്ലൻഡ് ഓഹിയോ USA എന്ന കാർഡുണ്ടായിരുന്നു. ഒന്നും മോഷണം പോയിട്ടില്ല. മുറിയിൽ ചോരപ്പാടുണ്ട്, എന്നാൽ ജഡത്തിൽ മുറിവും ചതവുമില്ല. ടോബിസ് ഗ്രഗ്സൺ എന്ന പേരിലാണ് കത്തെഴുതിയിരിക്കുന്നത്. ഹോംസിന്റെ സഹായമാണ് ആവശ്യപ്പെടുന്നത്. ഗ്രഗ്സനെ പറ്റി ഹോംസൺ അറിയാം. മറ്റൊരു കുറ്റാന്വേഷകനാണ് ലെസ്ട്രേഡ്. ഇവർ രണ്ടുപേരും തമ്മിൽ കിട മത്സരം നടക്കുന്നു. ഉടൻ തന്നെ വാട്സൺ സംഭവ സ്ഥലത്തേക്ക് പോകാനൊരുങ്ങി. എന്നാൽ ഹോംസ് തയ്യാറല്ലായിരുന്നു. ഇപ്പോൾ അവിടേക്ക് പോകുന്നതാണ് നല്ലതെന്ന് വാട്സൺ ഹോംസിനോട് പറഞ്ഞു. താൻ അവിടെ ചെന്നാൽ എല്ലാ കുരുക്കുകളും അഴിയുമെന്നും, എന്നാൽ ഗ്രഗ്സണും ലെസ്ട്രേഡും തന്നെ വെറുമൊരു സ്വകാര്യ കുറ്റാന്വേഷകനായി മാത്രമാണ് കാണുന്നതെന്നും ഹോംസ് പറഞ്ഞു. ഹോംസ് വളരെ മിടുക്കനായ കുറ്റാന്വേഷകനാണെന്ന് ഗ്രഗ്സണും ലെസ്ട്രേഡിനും അറിയാം. എന്നാൽ തങ്ങളുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആശങ്കയിൽ മറ്റുള്ളവർക്ക് മുന്നിൽ അവരത് വെളിപ്പെടുത്തില്ല. ഏതായാലും വാട്സണുമൊത്ത് ഹോംസ് സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു. ലോറസ്റ്റൺ ഗാർഡനിലെ ആ 3 നമ്പർ വീട് കണ്ടാൽ തന്നെ ഒരു എരണം കെട്ട വീടാണെന്ന് തോന്നും. തെരുവിൽ നിന്നും തെല്ലുമാറിയ 4 കെട്ടിടങ്ങളിൽ ഒന്നാണത്. ഒഴിഞ്ഞുകിടക്കുന്ന 2 വീടുകളിൽ ഒന്ന്. മുറ്റത്ത് ഉണങ്ങിയ ചെടികൾക്കിടയിലൂടെ ഒരു ചരൽപ്പാതയുണ്ട്. രാത്രി മഴ കാരണം വഴുവഴുപ്പുള്ള തറയായി മാറിയിരിക്കുന്നു. മുറ്റത്തെ തോട്ടിനരികിൽ 3 ആൾ ഉയരത്തിൽ കൽമതിലുണ്ട്. അതിനു മുകളിൽ മരം കൊണ്ടുള്ള അഴികളുമുണ്ട്. ഷെർലക് ഹോംസ് പെട്ടെന്ന് ആ വീട്ടിലേക്ക് കയറി ചെന്നില്ല. അദ്ദേഹം ചുറ്റുപാടും വീക്ഷിച്ചു കൊണ്ടിരുന്നു. അവിടത്തെ പുൽപ്പരപ്പിൽ വിഹവീക്ഷണം നടത്തി. നനഞ്ഞ മണ്ണിലെ കാലടയാളങ്ങൾ ശ്രദ്ധിച്ചു. തുടർന്ന് വീട്ടുപടിക്കലെത്തി. ഹോംസ് വഴിയിലേക്ക് ചൂണ്ടി ചോദിച്ചു. സുഹൃത്തെ ഗ്രഗ്സനെ, ഈ വഴി ചവിട്ടിത്തൊഴിച്ചത് പോത്തുകളാണോ? പുറത്തെ കാര്യങ്ങൾ നോക്കിയത് ലെസ്ട്രേഡ് ആണെന്ന് ഗ്രഗ്സൺ പറഞ്ഞു. അപ്പോൾ ഹോംസ് അർത്ഥഗർഭമായി വാട്സനെ നോക്കി. ഗ്രഗ്സനും ലെസ്ട്രേഡും പരിശോധിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റാരും പരിശോധിക്കേണ്ടതില്ലല്ലോ എന്ന് ഹോംസ് പറഞ്ഞപ്പോൾ ഗ്രഗ്സൺ ഒന്ന് പൊങ്ങി. ഇത് വളരെ അപൂർവമായ ഒരു കേസാണെന്ന് ഗ്രഗ്സൺ ഹോംസിനോട് പറഞ്ഞു. ഹോംസ് ആ മുറി കാണാൻ പുറപ്പെട്ടു. പലക പാകിയ പഴയ ഒരു ഇടനാഴി. അത് അടുക്കളയിലേക്കും ഓഫീസ് മുറിയിലേക്കും ഉള്ളതാണ്. 2 വശത്തും വാതിലുകളുണ്ട്. അത് തുറന്നിട്ട് എത്രയോ നാളായ ലക്ഷണവുമുണ്ട്. മറ്റേ വാതിൽ കടന്നാൽ ഭക്ഷണമുറിയാണ്. സംഭവം നടന്നത് ഇവിടെയാണ്. ഫർണിച്ചറുകൾ ഇല്ലാത്തതിനാൽ അകം വളരെ വിസ്താരമായി തോന്നും. ചുവരിൽ തിളക്കമുള്ള കടലാസുകളുണ്ട്. വളരെ അഴുക്ക് പുരണ്ടതാണ് അവ. വാതിനെതിരെ ഭംഗിയുള്ളൊരു നെയിം ബോർഡ്. മുകൾ തട്ട് കൃത്രിമ മാർബിൾ കൊണ്ടുള്ളത്. അതിന്റെ ഒരു വശത്ത് കത്തിത്തീരാറായ ഒരു മെഴുകുതിരി ചുവപ്പ് നിറത്തിൽ കാണാം. അഴുക്ക് പിടിച്ച ജനലിലൂടെ വെളിച്ചം കടക്കുന്നു. മുറിയിലെ പൊടിപടലം ആ വെളിച്ചത്തിൽ കാണാം. വാട്സൺ പക്ഷേ ശ്രദ്ധിച്ചത് മരിച്ചു കിടക്കുന്ന വ്യക്തിയെയായിരുന്നു. 40 മേൽ പ്രായമുണ്ട്. തടിച്ച പ്രകൃതം, ചുരുണ്ട മുടി, കട്ടിയുള്ള കോട്ടിനുള്ളിൽ മറ്റൊരു കോട്ട്, മങ്ങിയ ട്രൗസർ, നല്ല പരിഷ്കാരമുള്ള തയ്യൽ. ഒരു തൊപ്പി അടുത്ത് കിടപ്പുണ്ട്. മരണവെപ്രാളത്തിൽ കാലുകൾ പിണച്ചതുപോലെ തോന്നും. ഭീകരതയുടെ മുഖത്ത് ദേഷ്യഭാവം കാണാം. കണ്ടാൽ പേടി തോന്നും. മെലിഞ്ഞ പ്രകൃതത്തിലുള്ള ലെസ്ട്രേഡ് പറഞ്ഞു, ഇതൊരു കോളിളക്കം സൃഷ്ടിക്കും. ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല. ആ മൃതദേഹത്തിന് മുന്നിൽ
മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് ഹോംസ് പറഞ്ഞു, ഈ ചോരപ്പാടുകൾ കണ്ടാൽ ശവത്തിൽ മുറിവുകൾ ഉണ്ടെന്ന് തോന്നുമല്ലോ. ഇല്ല, ഒരു പോലീസുകാരൻ പറഞ്ഞു. ഈ ചോരക്കറ കൊലപാതകിയുടേതായിരിക്കാം. ബാൻ ജോൺസന്റെ മരണം നിങ്ങൾ ഓർക്കുന്നു? ഇല്ലെന്ന് ലെസ്റ്റർ. ആ കേസ് ശരിക്കും പഠിക്കേണ്ടതാണെന്ന് ഹോംസ് പറഞ്ഞു. ആ മൃതദേഹം പിടിച്ചുയർത്തിയതും ഒരു മോതിരം താഴേക്ക് വീണു. ലെസ്റ്റേഡ് അതെടുത്ത് നന്നായി പരിശോധിച്ചു. ഇതൊരു വിവാഹ മോതിരമാണല്ലോ, മധുവിന്റേതാണ്. അപ്പോൾ ഒരുവൾ ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം. മോതിരം കണ്ടപ്പോൾ ലെസ്റ്റേഡിന് നിഗമനം ശരിയാണെന്ന് എല്ലാവരും സമ്മതിച്ചു. ഈ കേസ് വളരെ നൂലാമല പിടിച്ചതായി തീരുമെന്ന് ഗ്രെഗ്സൺ അഭിപ്രായപ്പെട്ടു. വേറെ വല്ല തെളിവും കിട്ടിയിട്ടുണ്ടോ എന്ന് ഹോംസ് ചോദിച്ചു. 97-163 എന്ന നമ്പറിലുള്ള ലണ്ടനിൽ ബാർ റോഡിൽ നിർമ്മിച്ച സ്വർണ്ണ വാച്ചും അതിന്റെ സ്വർണ്ണ ചെയിനും പട്ടിത്തലയുടെ കണ്ണിൽ മാണിക്യം പതിച്ച സ്വർണ്ണ പിന്നും കാർഡ് സൂക്ഷിക്കുന്നതും റഷ്യ നിർമ്മിച്ചതുമായ തോൽ കവറും അതിനുള്ളിലെ ക്ലീവ്ലൻഡിലെ ഇനോജെ ട്രൈബർ എന്ന കാർഡും EJD എന്ന് തയ്ച്ച ഒരു തുണിത്തുണ്ടും പിന്നെ 7 പവനും 13 ഷില്ലിങ്ങും ജോസഫ് സ്റ്റാൻ ജെൻസൺ എന്ന് പുറംകവറിൽ എഴുതിയിട്ടുള്ള ബൊക്കാച്ചിയോവിന്റെ ഡക്കാമറൻ എന്ന ഗ്രന്ഥത്തിന്റെ പോക്കറ്റ് കോപ്പിയും 2 എഴുത്തുകളും യഥാക്രമം EJ ട്രൈബർ എന്നും ജോസഫ് സ്റ്റാൻസൺ അമേരിക്കൻ എക്സ്ചേഞ്ച് സ്റ്റാൻഡ് എന്നിങ്ങനെ മേൽവിലാസമുള്ളതും കിട്ടിയിട്ടുണ്ട്. മേൽപ്പറഞ്ഞ 2 കത്തും ഗിയോൺ എന്ന ആവിക്കപ്പലിൽ നിന്ന് അയച്ചിട്ടുള്ളതാണ്. ലിവർപൂളിലെ ബോട്ടുകളുടെ സമയമാണ് അതിൽ കൊടുത്തിരിക്കുന്നതെന്നതിനാൽ മരിച്ച നിർഭാഗ്യവാൻ ന്യൂയോർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഊഹിക്കാവുന്നതാണ്. സ്റ്റാൻസനെ പറ്റി നന്നായി തിരക്കിയിട്ടുണ്ടെന്നും പത്രപരസ്യം കൊടുക്കുക മാത്രമല്ല അമേരിക്കൻ എക്സ്ചേഞ്ചിലേക്ക് ഇതിനായി ഒരാളെ വിട്ടിട്ടുണ്ടെന്നും ഗ്രെഗ്സൺ കൂട്ടിച്ചേർത്തു. ഇതുകൂടാതെ വേറെ വല്ല അന്വേഷണവും നടത്തിയിട്ടുണ്ടോ എന്ന് ഹോംസ് ചോദിച്ചപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് തെല്ല് ദേഷ്യത്തോടെ ഗ്രെഗ്സൺ മറുപടി പറഞ്ഞപ്പോൾ ഹോംസിന് ചിരി അടക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ലെസ്ട്രേഡ് താനെന്തോ വലിയ കാര്യം കണ്ടുപിടിച്ചതുപോലെ ചുമരിൽ ഒട്ടിച്ചിരുന്ന കടലാസിലേക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ തിരിച്ചു. അതിൽ ചോരയിൽ റേച്ചർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. തനിക്കല്ലാതെ ഇതുവരെ ഇത് കണ്ടുപിടിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞോ? കൊലപാതകി ആരായിരുന്നാലും ഇത് സ്വന്തം ചോര കൊണ്ട് എഴുതിയതാണെന്നത് വ്യക്തമാണ്. അവിടെ ഒരു മെഴുകുതിരിയുടെ കഷ്ണമുണ്ടായിരുന്നു. അപ്പോൾ ആ മെഴുകുതിരി വെട്ടത്തിലാണ് കൊലപാതകി ഇത് കുറച്ചതെന്ന് വ്യക്തം. കേസിന്റെ അന്വേഷണത്തിന് ഇതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ എന്ന് ഗ്രെഗ്സൺ മത്സര ബുദ്ധിയോടെ ചോദിച്ചു. അപ്പോൾ ലെസ്ട്രേഡ് റേച്ചൽ എന്ന പേരുള്ളവനെ കണ്ടെത്തിയാൽ ഈ കേസിന് തുമ്പുണ്ടാകുമെന്ന് വാദിച്ചു. ഇത് കേട്ടപ്പോഴും ഹോംസിന് ചിരി വന്നു. അപ്പോൾ ലെസ്ട്രേഡ് കുറ്റാന്വേഷണത്തിൽ നിങ്ങളൊരു സിംഹമാണെങ്കിലും എന്നെപ്പോലുള്ള വേട്ടപ്പട്ടികളാണ് ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ മെച്ചമെന്ന് പരോക്ഷമായി വെല്ലുവിളിച്ചു. ഹോംസ് അംഗീകരിച്ചു കൊടുത്തു. തുടർന്ന് ഹോംസ് വളരെ വിശദമായി അവിടെ എങ്ങും പരിശോധിച്ചു. എന്നാൽ ഗ്രെഗ്സണും ലെസ്ട്രേഡും ഹോംസിന്റെ പ്രവൃത്തികൾ വളരെ പുച്ഛത്തോടെയാണ് കണ്ടത്. ഡോക്ടർ വാട്സൺ മാത്രം വളരെ ഗൗരവത്തോടെ ഹോംസിന്റെ ഓരോ ചലനവും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഹോംസിന്റെ ഉദ്ദേശം എന്താണെന്ന് ഗ്രെഗ്സണും ലെസ്ട്രേഡും ചോദിച്ചപ്പോൾ ഈ ശവശരീരം ആദ്യം കണ്ട പോലീസുകാരനുമായി ഒന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്ന് മറുപടി നൽകി. ഹോംസ് ആ വ്യക്തി ആരാണെന്ന് തിരക്കി. ജോൺ റാൽസ്, 46 ഓഡ്ലി, കോഡ് കെന്നിംഗ്ടൺ പാർക്ക് ഗേറ്റ്. ഇതാണ് അയാളുടെ അഡ്രസ്. ഇപ്പോൾ അവധിയിലാണ്. ഹോംസ് ഇക്കാര്യം കുറിച്ചു. വാട്സനെ അടുത്തേക്ക് വിളിച്ചു. തുടർന്ന് 2 പോലീസ് ഉദ്യോഗസ്ഥരോടും തുറന്നു പറഞ്ഞു, ഇത് കൊലപാതകം തന്നെ. കൊല ചെയ്തത് ഒരു ചെറുപ്പക്കാരനാണ്. അയാൾക്ക് ഏകദേശം 6 അടിയിലധികം പൊക്കമുണ്ട്. ആ പൊക്കത്തിന് ചേരാത്ത തീരെ ചെറിയ കാലുകളാണ് അദ്ദേഹത്തിനുള്ളത്. അയാൾ ധരിച്ച ബൂട്ട്സ് മുൻവശം ചതുരത്തിലുള്ളതാണ്. അയാൾക്ക് ചുരുട്ട് വലിക്കുന്ന ശീലവുമുണ്ട്. ഇവിടെ എത്തിയത് ഒറ്റ കുതിര വണ്ടിയിലാണ്. കുതിരലാടത്തിൽ 3 എണ്ണം പഴക്കമുള്ളതാണ്. എന്നാൽ മുൻകാലിൽ 1 പുതിയതാണ്. ഈ കൊലപാതകിക്ക് നീണ്ട മുഖവും വലങ്കയിൽ നീട്ടി വളർത്തിയ നഖവുമുണ്ട്. ഇത്രയും തെളിവുകൾ കേസ് തെളിയിക്കാൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഇതെല്ലാം വെറും ഊഹങ്ങളും ശുദ്ധ മണ്ടത്തരങ്ങളുമാണെന്ന് പറഞ്ഞ് ഗ്രെഗ്സണും ലെസ്ട്രേഡും വാപ്പൊത്തി ചിരിച്ചു. എങ്കിലും തമാശ ഭാവേന ഹോംസിനോട് ചോദിച്ചു, എങ്ങനെയായിരിക്കും കൊല നടത്തിയിരിക്കുക? വിഷം ഉപയോഗിച്ച്, ഹോംസ് ദൃഢമായി പറഞ്ഞു. റേച്ചെ എന്നത് ജർമ്മൻ വാക്കാണ്, പ്രതികാരം എന്നർത്ഥം. അതുകൊണ്ട് നിങ്ങൾ റേച്ചനെ അന്വേഷിച്ച് അലയേണ്ടെന്ന് സാരം. ഇത്രയും പറഞ്ഞ് ഹോംസ് വാട്സണുമൊത്ത് പുറത്തേക്ക്.
ഹോംസും വാട്സണും ചേർന്ന് ജോൺ റാൾസ് എന്ന പോലീസുകാരന്റെ താമസ സ്ഥലത്തേക്ക് തിരിച്ചു. അപ്പോൾ ഹോംസ് പറഞ്ഞ നിഗമനങ്ങളെക്കുറിച്ച് വാട്സൺ തിരക്കി. അവ ഒന്നൊന്നായി ഹോംസ് വാട്സണോട് പറഞ്ഞു. അവിടെ കണ്ട വണ്ടിച്ചക്രങ്ങളുടെ അടയാളം അത് കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായതാണെന്ന് തെളിയിക്കുന്നു. കാരണം കഴിഞ്ഞ രാത്രി മാത്രമാണ് ഈയിടെ ഇവിടെ മഴ ഉണ്ടായിരുന്നത്. കുതിരക്കുളമ്പടി തെളിഞ്ഞു കാണുന്നുണ്ട്. പഴയ ലാടത്തിന്റെയും പുതിയ ലാടത്തിന്റെയും ലക്ഷണം വേർതിരിച്ചറിയാം. കാലത്തവിടെ വണ്ടി കണ്ടിട്ടില്ലെന്ന് ഗ്രക്സം പറഞ്ഞതിൽ നിന്നും വണ്ടി വന്നതും പോയതും രാത്രി തന്നെയാണെന്ന് വ്യക്തമാക്കുന്നു. അത്ര കൃത്യമായി എങ്ങനെയാണ് പ്രതിയുടെ ഉയരത്തെ പറ്റി പറഞ്ഞത്? അത് വളരെ എളുപ്പമാണ്. ചുവരിൽ എഴുതുന്നവർ ഐ ലെവലിനെ, അതായത് കാഴ്ചവിധാനത്തിന് മേലേക്കാണ് എഴുതുക. ആ എഴുത്തിന് തറനിരപ്പിൽ നിന്നും 6 അടിയിലധികം ഉയരമുണ്ടായിരുന്നല്ലോ. അപ്പോൾ പ്രായത്തെപ്പറ്റി പറഞ്ഞതോ? കാലുകൾ നന്നായി കവച്ചു വെച്ചു എന്ന് ചെളിയുള്ളിടത്തെ കാൽവെപ്പ് കണ്ടാൽ അറിയാം. ഇത് നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് സാധിക്കൂ. നഖങ്ങൾ നീണ്ടതാണെന്നും ചുരുട്ട് വലിച്ചിരുന്നെന്നും പറഞ്ഞല്ലോ. ചോരയിൽ മുക്കി ചുവരിൽ എഴുതിയിടത്ത് നഖം കൊണ്ടുള്ള പോറലുണ്ടായിരുന്നു. താഴെ പൊടിഞ്ഞു വീണ ചാരവും ഉണ്ടായിരുന്നു. അത് ചുരുട്ടിന്റേതാണ്. അതൊരു കഷ്ണം പോലെ തോന്നിയതിനാൽ പ്രതി ചുരുട്ട് വലിച്ചു എന്ന് മനസ്സിലാക്കാം. മുഖത്തിന് നീളമുണ്ടെന്ന് പറഞ്ഞതോ? അതൊരു ഊഹം മാത്രമായിരുന്നു. ശരിയാവാം. ഇപ്പോൾ വാട്സണ് ആകെ തലചുറ്റുന്നത് പോലെ തോന്നി. എന്തിനെ? രാത്രി 2 പേർ അവിടേക്ക് വന്നു. വണ്ടിക്കാരൻ എവിടെ? വിഷം കൊടുത്തെങ്കിൽ ചോര വന്നതെങ്ങനെ? മോഷണം നടന്നിട്ടില്ല. ഒരു സ്ത്രീയുടെ മോതിരം കാണുന്നു. അപ്പോൾ കൊല എന്തിനായി? റേച്ച എന്ന് എന്തിന് ചുമറിലെഴുതി? വാട്സന്റെ ഈ മനപ്രയാസം കണ്ട് ഹോംസ് ചിരിച്ചു. എന്റെ നിഗമനങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ജർമ്മൻ ഭാഷയിൽ എഴുതിയത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. എഴുതിയ ആൾ ജർമ്മൻ അല്ല. ഇതെല്ലാം വെറും ചെപ്പടി വിദ്യയാണ്. എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ പിന്നെ എന്താണ് രസം? ഹോംസിന്റെ അഭ്യൂഹങ്ങളിൽ ശാസ്ത്രീയത ഉള്ളതിനാൽ വാട്സൺ അത് ബോധിച്ചു. ഹോംസ് പറഞ്ഞു. ബൂട്ട്സ് ധരിച്ചവനും ചതുരത്തിൽ കാൽവടിയുള്ളവനും ഒന്നിച്ചു വന്നു. മുറിക്കുള്ളിൽ ഉലാത്തി. അതിന്റെ അടയാളം അവിടത്തെ പൊടിയിൽ നിന്നും മനസ്സിലാവും. അവരുടെ സംസാരം ആവേശഭരിതമായി. പിന്നീട് കൊല നടന്നു. തുടർന്ന് ഹോംസ് പറഞ്ഞു. ഇന്ന് നമുക്ക് ഒരുപാട് ജോലിയുണ്ട്. ഉച്ച കഴിഞ്ഞാൽ ഹാലിയുടെ കച്ചേരിയും നോർമൻ നെറൂദയുടെ പാട്ടും. അത് തീർച്ചയായും കേൾക്കണം. വൃത്തിഹീനമായ ഒരു പരിസരത്താണ് വണ്ടി വന്നു നിന്നത്. വണ്ടിക്കാരൻ വീട് ചൂണ്ടി കാണിച്ചു കൊടുത്തു. അത് 46 നമ്പർ വീടാണ്. റാൾസ് എന്ന പിച്ചുള്ള ബോർഡ് കണ്ടു. ആൾ ഉറങ്ങുകയാണ്. ഉണരുന്നതുവരെ കാത്തിരിക്കാൻ തീരുമാനിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ വന്നു. എന്റെ റിപ്പോർട്ട് കൊടുത്തല്ലോ, റാൾസ് പറഞ്ഞു. അപ്പോൾ നേരിട്ട് ചോദിക്കാൻ വന്നതാണെന്ന് ഹോംസ് പ്രതിവചിച്ചു. അതിൽ കുഴപ്പമില്ലെന്നും എല്ലാം തുറന്നു പറയാമെന്നും പറഞ്ഞ് റാൾസ് വിശദീകരിച്ചു തുടങ്ങി. എന്റെ ഡ്യൂട്ടി രാത്രി 10 മണി മുതൽ രാവിലെ 6 വരെയാണ്. വൈറ്റ് ഹാർട്ടിൽ ഒരു വഴക്കുണ്ടായി. അപ്പോൾ മണി 11 കാണും. 1 മണിക്ക് മഴ തുടങ്ങി. ഹോളണ്ട് ഗ്രൂവിൽ റോന്ത് ചുറ്റുന്ന ഹാരി മർച്ചറെ ഞാൻ കണ്ടു. ഞങ്ങൾ സംസാരിച്ചു. അത് എൻഡീറ്റ തെരുവിൽ വെച്ച്. ബ്രിക്സ്റ്റൺ തെരുവിൽ പ്രശ്നമുണ്ടോ എന്ന് നോക്കാൻ ചെന്നു. അപ്പോൾ മണി 2 കഴിഞ്ഞിരിക്കും. അവിടെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. 1-2 കുതിരവണ്ടികൾ പോയിരുന്നു. താഴോട്ട് നടന്നപ്പോൾ ഒരു കാൽക്കുപ്പി ജിൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു. ജനലിലൂടെ ഒരു വെളിച്ചം കണ്ടു. ആൾപ്പാർപ്പില്ലാത്ത ലോറസ്റ്റൺ ഗാർഡനിലെ വീടുകൾ. ഞാൻ വാതിൽക്കൽ എത്തിയപ്പോൾ പൂർണ്ണമാക്കും മുമ്പ് ഹോംസ് തുടർന്നു. ഒന്ന് നിന്ന് തോട്ടത്തിലെ പ്രധാന സ്ഥലത്തേക്ക് നടന്നു. എന്തിനെ? റാൾസ് ഇത് കേട്ട് നിന്ന നിൽപ്പിൽ നിന്നും എഴുന്നേറ്റ് തുറച്ചു നോക്കി. ശരി തന്നെ, അയാൾ പറഞ്ഞു. എനിക്ക് പേടിയില്ലെങ്കിലും വാതിലിനെ അടുത്തെത്തുമ്പോൾ കൂടെ ഒരാൾ ഉണ്ടായിരിക്കുന്നത് നല്ലതെന്ന് തോന്നി. മുമ്പൊരാൾ അവിടെ ടൈഫോയിഡ് പിടിച്ച് മരിച്ചിട്ടുണ്ട്. അയാളുടെ പ്രേതമെങ്ങാനും. അതിനാൽ ഞാൻ ഗേറ്റിനരികിലേക്ക് പോന്നു. മർച്ചറെ കാണാനായില്ല. ഒരു ജീവി പോലും എങ്ങുമില്ല. അകത്ത് മെഴുകുതിരി കത്തുന്നു ആ ചുവന്ന വെട്ടത്തിൽ. ഇനി ഞാൻ പറയാം, ഹോംസ് പറഞ്ഞു. നിങ്ങൾ മുറിയിൽ ചുറ്റി. ശവശരീരത്തിന് മുന്നിൽ മുട്ടുകുത്തി. അടുക്കളയിൽ ചെന്ന് വാതിൽ തുറക്കാൻ ശ്രമിച്ചു. അപ്പോൾ താങ്കൾ എവിടെ ഒളിച്ചു നിന്നു? അന്തം വിട്ട് റാൽസ് ചോദിച്ചപ്പോൾ ഹോംസ് സ്വന്തം ഐഡന്റിറ്റി കാർഡ് കാണിച്ചു.
എന്നെ അകത്താക്കരുതേ, റാൾസ് പറഞ്ഞപ്പോൾ ഇനി തുടർന്ന് പറയൂ, ഹോംസ് പറഞ്ഞു. റാൾസ് വീണ്ടും പറഞ്ഞു തുടങ്ങി. ഞാൻ വീണ്ടും ഗേറ്റിൽ വന്ന് ഒരു വിസിൽ കൊടുത്തു. മർച്ചറും രണ്ടുപേരും ഓടി വന്നു. അപ്പോൾ മറ്റാരെങ്കിലും? മൂക്കറ്റം അകത്താക്കിയ ഒരുത്തൻ ഗേറ്റിന്റെ അടിയിൽ തൂങ്ങി പാട്ടോട് പാട്ട്. സംഭവം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അവനെ അപ്പോൾ തന്നെ പൊക്കിയേനെ. അയാൾ എങ്ങനെ? നല്ല പൊക്കം, ചെമ്പൻ മുഖം, തടിച്ചു കൊഴുത്തവൻ. 2 കൊടുക്കാൻ തോന്നി. പിന്നീട് അവൻ എങ്ങോട്ട് പോയി? വീട്ടിൽ പോയി. ബ്രൗൺ നിറത്തിലുള്ള കോട്ടായിരുന്നു. കയ്യിൽ ഒന്നുമില്ല. കയ്യിലെ വടി എറിഞ്ഞു കളഞ്ഞിരിക്കും എന്ന് ഹോംസ് തന്നെത്താൻ പറഞ്ഞത് വാട്സൺ ശ്രദ്ധിച്ചു. വല്ല വണ്ടിയുടെ ശബ്ദവും കേട്ടിരുന്നോ എന്ന് ഹോംസ് ചോദിച്ചതിന് ഇല്ല എന്നായിരുന്നു മറുപടി. ഈ അരപ്പവൻ വെച്ചോളൂ. ഹോംസ് ഒരു സ്വർണ്ണ നാണയം റാൻസിന് കൊടുത്തിട്ട് പറഞ്ഞു. റാൻസ്, നിങ്ങൾക്ക് ഭാഗ്യമില്ല. തല തൊപ്പി വയ്ക്കാൻ മാത്രമുള്ളതല്ല, ഒരുപാട് ഉപയോഗമുള്ളതാണ്. ഒറ്റ രാത്രി കൊണ്ട് ഒരു സാർജന് പ്രൊമോഷൻ കളഞ്ഞു കുളിച്ചല്ലോ. നിങ്ങൾ പറഞ്ഞ പൊക്കം കൂടിയവൻ അത് നിങ്ങൾക്ക് നേടിത്തരുമായിരുന്നു. ശരി വാട്സൺ, നമുക്കിറങ്ങാം. ഹോംസ് പറഞ്ഞത് കേട്ട് റാൻസ് ആകെ ചമ്മിപ്പോയി. വഴിയിൽ വെച്ച് വാട്സൺ തന്റെ സംശയം ഹോംസിനോട് ചോദിച്ചു. കുറ്റവാളി എങ്കിൽ ആ വീട്ടിൽ നിന്നും പുറത്തു കടന്നതിനു ശേഷം വീണ്ടും എന്തിനവൻ തിരിച്ചു വന്നു? അയാളെ കുരുക്കാൻ അയാൾ തന്നെ അറിയാതെ കൊരുത്തിട്ട ഒരു ഇരയാണ് ആ മോതിരം. അവൻ വീണു. നിങ്ങൾക്കും അതിനുള്ള പ്രതിഫലം കിട്ടും. നിങ്ങളും എന്നോടൊത്തുണ്ടല്ലോ. നമുക്കിപ്പോൾ ഊണ് കഴിക്കാം. പിന്നെ നെറൂദയുടെ പ്രകടനം അതും കേൾക്കാം. അവളുടെ ആ പാട്ടുണ്ടല്ലോ. അലയും ചുടുകാറ്റിനു കൂട്ടിനയ നാം ഒരു കുടിലിൽ ചെന്നടയുനിരുനിലാവലയാരും ഹൃദയതാരമതിൽ ഉരുകി നാമന്നാരും കേൾക്കാ പാട്ട് കേട്ടിരുന്ന വാട്സന് ശുഭപ്രതീക്ഷയുണ്ടായിരുന്നു. ഹോംസ് പാട്ട് കച്ചേരി കേൾക്കാൻ ഇറങ്ങിയെങ്കിലും ക്ഷീണം കാരണം വാട്സന് ഒന്നുറങ്ങാനാണ് തോന്നിയത്. കൊല്ലപ്പെട്ട ആളുടെ വികൃത മുഖം ഓർമ്മയിൽ വന്നതിനാൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. മരിച്ച വ്യക്തി ഒരു മഹാക്രൂരനെന്ന് തോന്നിയെങ്കിലും കൊലപാതകം തന്നെയാണല്ലോ. വിഷം കൊടുത്താണ് കൊന്നതെന്ന ഹോംസിന്റെ ഊഹം ശരിയാണെന്ന് വാട്സന് തോന്നിയില്ല. തറയിൽ ചോര തളം കെട്ടിയത് കണ്ടല്ലോ. എന്നാൽ ഒരടിപിടി ഉണ്ടായിട്ടുമില്ല. ഹോംസ് വൈകിയാണ് തിരിച്ചെത്തിയത്. എന്തുകൊണ്ടാണ് വാട്സൺ ഒരുമാതിരി ഇരിക്കുന്നതെന്ന് ഹോംസ് ചോദിച്ചു. ആ കൊലപാതകത്തെപ്പറ്റി ഓർത്താണെന്ന് ഹോംസ് പറഞ്ഞു. എത്രയോ ഒരു പട്ടാളക്കാരൻ എന്ന നിലയ്ക്ക് താൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് തന്നെ വളരെ അസ്വസ്ഥനാക്കുന്നുവെന്നും വാട്സൺ തുറന്നു പറഞ്ഞു. പത്രം വായിച്ചോ? ഹോംസ് ചോദിച്ചു. ഇല്ലെന്ന് വാട്സൺ പറഞ്ഞു. കൊലപാതകത്തെക്കുറിച്ച് വിശദമായി പത്രത്തിലുണ്ടെന്നും ആ മോതിരത്തിന്റെ കാര്യം വിശേഷിച്ചും ഉണ്ടെന്നും ഹോംസ് പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് വാട്സൺ ചോദിച്ചപ്പോൾ നമ്മൾ കൊടുത്ത പത്രപരസ്യം മൂലം വിവാഹമോതിരം കളഞ്ഞു കിട്ടിയെന്ന് ഹോംസ് അറിയിച്ചു. ബ്രിക്സ്റ്റൺ റോഡിൽ വൈറ്റ് ഹാർട്ട് ബാറിനടുത്ത് വെച്ച് ഉടമസ്ഥർ വൈകിട്ട് 8-നും 9-നും ഇടയിൽ ബേക്കർ സ്ട്രീറ്റിലെ 221 ബിയിലെ ഡോക്ടർ വാട്സനെ സമീപിക്കാനാണ് പത്രത്തിൽ കൊടുത്തത്. തന്റെ പേര് പത്രത്തിൽ കൊടുത്താൽ ആരെങ്കിലും സംശയിക്കുമെന്നതിനാലാണ് വാട്സന്റെ പേര് കൊടുത്തതെന്ന് ഹോംസ് പറഞ്ഞ് ക്ഷമായാചനം നടത്തി. അപ്പോൾ ആള് വരുമ്പോൾ മോതിരം എങ്ങനെ കൊടുക്കുമെന്ന് വാട്സൺ സംശയം ഉന്നയിച്ചു. ഹോംസ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് മോതിരം എടുത്തു കൊടുത്തു. ഇത് വാങ്ങാനായി ബ്രൗൺ കോട്ടിട്ട പതിഞ്ഞ കാൽ വിരലുകളുള്ള ആ നീണ്ട മുഖക്കാരൻ വരുമെന്ന് ഹോംസ് ഉറപ്പിച്ചു പറഞ്ഞു. വാട്സന്റെ കൈവശം വല്ല ആയുധവും ഉണ്ടോ എന്ന് ഹോംസ് ചോദിച്ചപ്പോൾ ഒരു റിവോൾവർ ഉണ്ടെന്ന് വാട്സൺ പറഞ്ഞു. അത് കരുതലോടെ വെച്ചിരിക്കാൻ പറഞ്ഞിട്ട് കൊലപാതകയെ താൻ പൊക്കുമെന്ന് ഹോംസ് തറപ്പിച്ചു പറഞ്ഞു. അല്പനേരം കഴിഞ്ഞപ്പോൾ ബെല്ല് ശബ്ദിച്ചു. ഡോക്ടർ വാട്സൺ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ കോണിപ്പടി കയറി വന്നു.
പക്ഷേ വന്നതൊരു വൃദ്ധയായിരുന്നു. പത്രപരസ്യം കാണിച്ച് വൃദ്ധ പറഞ്ഞു, ആ മോതിരം എന്റെ മോൾ സാലിയുടേതാണ്. 1 വർഷം മുമ്പാണ് അവളുടെ വിവാഹം കഴിഞ്ഞത്. ഭർത്താവിനെ കപ്പലിൽ ജോലി. അവൻ മഹാമുൻകോപിയാണ്. വരുമ്പോൾ മോതിരം കണ്ടില്ലെങ്കിൽ കലി കയറും. ഇന്നലെ ഞങ്ങൾ സർക്കസ് കാണാൻ പോകുമ്പോൾ ആ മോതിരം ഇതാണോ? വാട്സൺ മോതിരം കാണിച്ചു. ദൈവമേ, നന്ദി, ഇതുതന്നെ. എങ്കിൽ അഡ്രസ്സ് പറയൂ. ഹൗൺസ് ഡിച്ചിലെ ഡെങ്കൻ തെരുവ്, 13-ാം നമ്പർ. അവിടെ എവിടെയാണ് സർക്കസ് നടക്കുന്നത്? പെട്ടെന്ന് ഹോംസ് ചോദിച്ചു. വൃദ്ധ ഹോംസിനെ ഉറ്റുനോക്കി. അത് പിന്നെ, സാലി താമസിക്കുന്നത് ബെക്കാം എഫീൽഡ് ഫേസ് നമ്പർ 30-ലാണ്. വൃദ്ധയുടെ പേരെന്താണെന്ന് ഹോംസ് ചോദിച്ചു. അവളുടെ പേര് സോയർ എന്നാണെന്നും മകൾ മിസ്സസ് ഡെന്നീസ് എന്നും അവളുടെ ഭർത്താവ് ഒരു സ്ത്രീലമ്പടനും മദ്യപാനിയാണെന്നും വൃദ്ധ പറഞ്ഞു. വാട്സൺ വൃദ്ധയ്ക്ക് മോതിരം കൊടുത്തു. നന്ദി പറഞ്ഞ് വൃദ്ധ പടിയിറങ്ങി. ഹോംസ് അവരെ പിന്തുടരാനായി ഇറങ്ങി. താൻ ലക്ഷ്യം കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് ഹോംസ് ഉറപ്പിച്ചു പറഞ്ഞു. ഹോംസ് തിരിച്ചെത്തും വരെ തനിക്ക് ഉറങ്ങാനാവില്ലല്ലോ എന്ന് വാട്സൺ ചിന്തിച്ചു. മണി 11:30 വീട്ടുടമസ്ഥന്റെ കാൽപെരുമാറ്റം കേട്ടു. 12 ഹോംസ് വന്നു. കാര്യം ശുഭമായ ലക്ഷണമില്ല. പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു. ഇതൊന്നും സ്കോട്ട്ലൻഡുകാർ അറിയാതിരുന്നെങ്കിൽ അവർ കളിയാക്കും. എന്നാലും ഒടുവിൽ താൻ ലക്ഷ്യം കാണും. മണ്ടത്തരത്തിന്റെ കഥ കേട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹോംസ് ആരംഭിച്ചു. ആ വൃദ്ധ കുറെ ദൂരം നടന്ന് പെട്ടെന്ന് മുടന്തിയായി മാറി. പിന്നെ ഒരു വശത്തേക്ക് ഒതുങ്ങി നിന്ന് വണ്ടി വിളിച്ചു. ഹൗൺസ് ബീച്ചിലെ ഡങ്കൻ സ്ട്രീറ്റിൽ നമ്പർ 11-ലേക്ക് പോകണമെന്ന് പറഞ്ഞു. വണ്ടി വിട്ടതും ഞാൻ അവർക്ക് പിന്നിൽ തന്നെ വണ്ടിയിൽ പതുങ്ങിയിരുന്നു. സ്ഥലമെത്താറായപ്പോൾ സൂത്രത്തിലിറങ്ങി. പെട്ടെന്ന് നോക്കിയപ്പോൾ അകത്ത് വൃദ്ധയില്ല. ആ വീട് കെസ്വീക്ക് എന്ന വ്യാപാരിയുടേതാണ്. അവിടെ ഒരു സോയറുമില്ല, ഒരു ഡെന്നീസുമില്ല. എന്താണ് ഇതിന്റെ എല്ലാം അർത്ഥമെന്ന് വാട്സൺ ചോദിച്ചപ്പോൾ ആ ജന്തു ഒരു വൃദ്ധയല്ലെന്നും വളരെ വിദഗ്ധമായി വേഷം മാറി വന്ന ഒരു യുവാവാണെന്നും അപകടം മണത്ത് തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടതാണെന്നും ആകയാൽ നമ്മുടെ കഥാനായകനെ സഹായികളുണ്ടെന്നത് തീർച്ചയാണെന്നും ഹോംസ് പറഞ്ഞു. അന്നത്തെ പത്രങ്ങളെല്ലാം ഈ കൊലപാതകത്തെപ്പറ്റി വളരെ കോളിളക്കത്തോടെ എഴുതിയിരുന്നു. രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കൊലപാതകമെന്ന് ഡെയിലി ന്യൂസ് നിസ്സംശയം എഴുതി. ആ വഴിക്ക് തെളിവ് ലഭിക്കാനുള്ള പരിശ്രമം ഗ്രെഗ്സണിൽ നിന്നുണ്ടായത് പ്രത്യാശാജനകമായിരുന്നു. ഡോക്ടർ വാട്സണും ഹോംസും പ്രാതൽ കഴിക്കുമ്പോഴാണ് ഇതെല്ലാം അറിഞ്ഞത്. എന്നാൽ ഹോംസിനെ ഇതെല്ലാം തമാശയായാണ് തോന്നിയത്. കുറ്റവാളി എങ്ങനെ പിടിക്കപ്പെട്ടാലും ഉദ്യോഗസ്ഥരുടെ പരിശ്രമം വാനോളം പുകഴ്ത്തണമെന്ന് ഹോംസ് തമാശയോട് പറഞ്ഞു. അപ്പോൾ വീട്ടു വരാന്തയിലേക്ക് കുറെ പേർ തള്ളിക്കയറി. വീട്ടുടമ അവരെ അകറ്റാൻ ശ്രമിക്കുന്നു. ഒട്ടും പരിഭ്രമിക്കാനില്ല, ഹോംസ് പറഞ്ഞു. അവർ ബേക്കർ തെരുവിലെ പുതിയ കുറ്റാന്വേഷകരാണ്. എന്നെ കാണാൻ എത്തിയതാണ്. അത് കുറെ പയ്യന്മാരായിരുന്നു. ഹോംസ് അവരോട് പ്രത്യേക വിവരം വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇതുവരെ ഈ കേസിനെ കുറിച്ച് ഒരു തെളിവും അവർക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഹോംസ് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ ഓരോരുത്തർക്കും ഓരോ ഷില്ലും കൊടുത്തു. ഇനി വരുമ്പോൾ നല്ല വിവരവും കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അവരെ യാത്രയയച്ചു. എവിടെയും തുരന്നു കയറാനുള്ള സാമർഥ്യമുള്ള ഈ പയ്യന്മാർ ഒരു മഹാസൈന്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രയോജനപ്പെടുമെന്ന് ഹോംസ് പറഞ്ഞു. അപ്പോൾ ഗ്രെഗ്സൺ അങ്ങോട്ട് വന്നു. താൻ കേസ് അന്നത്തെ പത്രങ്ങളെല്ലാം ഈ കൊലപാതകത്തെപ്പറ്റി വളരെ കോളിളക്കത്തോടെ എഴുതിയിരുന്നു. രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കൊലപാതകമെന്ന് ഡെയിലി ന്യൂസ് നിസ്സംശയം എഴുതി. ആ വഴിക്ക് തെളിവ് ലഭിക്കാനുള്ള പരിശ്രമം ഗ്രെഗ്സണിൽ നിന്നുണ്ടായത് പ്രത്യാശാജനകമായിരുന്നു. ഡോക്ടർ വാട്സണും ഹോംസും പ്രാതൽ കഴിക്കുമ്പോഴാണ് ഇതെല്ലാം അറിഞ്ഞത്. എന്നാൽ ഹോംസിനെ ഇതെല്ലാം തമാശയായാണ് തോന്നിയത്. കുറ്റവാളി എങ്ങനെ പിടിക്കപ്പെട്ടാലും ഉദ്യോഗസ്ഥരുടെ പരിശ്രമം വാനോളം പുകഴ്ത്തണമെന്ന് ഹോംസ് തമാശയോട് പറഞ്ഞു. അപ്പോൾ വീട്ടു വരാന്തയിലേക്ക് കുറെ പേർ തള്ളിക്കയറി. വീട്ടുടമ അവരെ അകറ്റാൻ ശ്രമിക്കുന്നു. ഒട്ടും പരിഭ്രമിക്കാനില്ല, ഹോംസ് പറഞ്ഞു. അവർ ബേക്കർ തെരുവിലെ പുതിയ കുറ്റാന്വേഷകരാണ്. എന്നെ കാണാൻ എത്തിയതാണ്. അത് കുറെ പയ്യന്മാരായിരുന്നു. ഹോംസ് അവരോട് പ്രത്യേക വിവരം വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇതുവരെ ഈ കേസിനെ കുറിച്ച് ഒരു തെളിവും അവർക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഹോംസ് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ
ഓരോരുത്തർക്കും ഓരോ ഷില്ലും കൊടുത്തു. ഇനി വരുമ്പോൾ നല്ല വിവരവും കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അവരെ യാത്രയയച്ചു. എവിടെയും തുരന്നു കയറാനുള്ള സാമർഥ്യമുള്ള ഈ പയ്യന്മാർ ഒരു മഹാസൈന്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രയോജനപ്പെടുമെന്ന് ഹോംസ് പറഞ്ഞു. അപ്പോൾ ഗ്രെഗ്സൺ അങ്ങോട്ട് വന്നു. താൻ കേസ് തെളി വലിയ സന്തോഷത്തോടെ പറഞ്ഞു, ആ മണ്ടച്ചാരില്ലേ ലെസ്ട്രേഡ്, അയാൾ എൻ്റെ കൂട്ടുകാരൻ തന്നെ. അവൻ നേരെ പോയത് ചത്തവന്റെ സെക്രട്ടറിയെ തേടി. അയാൾക്കതിൽ എന്താണ് കാര്യം? അപ്പോൾ ഹോംസ് നിങ്ങൾ ചെയ്ത കാര്യം എന്താണെന്ന് പറയാൻ ഗ്രെഗ്സനോട് ആവശ്യപ്പെട്ടു. ഞാൻ ആ കൊല്ലപ്പെട്ട അമേരിക്കക്കാരന്റെ പൂർവ്വചരിത്രം മനസ്സിലാക്കാൻ വളരെ പ്രയാസപ്പെട്ടു. മറ്റുള്ളവരാണെങ്കിൽ പത്രത്തിൽ പരസ്യം കൊടുത്ത് ചുമ്മാതിരിക്കും. ഞാൻ അങ്ങനെയുള്ള കുറ്റാന്വേഷകനല്ല. അത് തനിക്കിഷ്ടമല്ലെന്നും അദ്ദേഹം കൂട്ടി. ഗ്രെഗ്സൺ താൻ കേസ് തെളിയിച്ചുവെന്ന് വലിയ സന്തോഷത്തോടെ പറഞ്ഞു. കൊലപാതകി ഇപ്പോൾ അടിയണ്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഗ്രെഗ്സൺ അത്യാഹ്ലാദത്തോടെ പറഞ്ഞപ്പോൾ അതാരാണെന്ന് ഹോംസ് തിരക്കി. റോയൽ നേവിയിലെ സബ് ലഫ്റ്റനന്റ് ആർതർ ചാർപെന്റിയർ എന്ന് ഗ്രെഗ്സൺ മറുപടി പറഞ്ഞു. ഗ്രെഗ്സൺ വിജയഭാവത്തിൽ നിവർന്നു നിന്നു. ഇത് കേട്ട് ഹോംസ് ചിരിച്ചു. തുടർന്ന് ഗ്രെഗ്സൺ വലിയ സന്തോഷത്തോടെ പറഞ്ഞു, ആ മണ്ടച്ചാരില്ലേ ലെസ്ട്രേഡ്, അയാളെന്റെ കൂട്ടുകാരൻ തന്നെ. അവൻ നേരെ പോയത് ചത്തവന്റെ സെക്രട്ടറിയെ തേടിയാണ്. അയാൾക്കതിൽ എന്താണ് കാര്യം? അപ്പോൾ ഹോംസ് നിങ്ങൾ ചെയ്ത കാര്യം എന്താണെന്ന് പറയാൻ ഗ്രെഗ്സനോട് ആവശ്യപ്പെട്ടു. ഞാൻ ആ കൊല്ലപ്പെട്ട അമേരിക്കക്കാരന്റെ പൂർവ്വചരിത്രം മനസ്സിലാക്കാൻ വളരെ പ്രയാസപ്പെട്ടു. മറ്റുള്ളവരാണെങ്കിൽ പത്രത്തിൽ പരസ്യം കൊടുത്ത് ചുമ്മാതിരിക്കും. ഞാൻ അങ്ങനെയുള്ള കുറ്റാന്വേഷകനല്ല. അത് തനിക്കിട്ടൊന്ന് തന്നതാണെന്ന് ഹോംസിന് മനസ്സിലായി. കൊല്ലപ്പെട്ടവന്റെ ശവത്തിനരികിൽ ഒരു ഹാറ്റ് കിടന്നിരുന്ന കാര്യം ഗ്രെഗ്സൺ ഓർമ്മിപ്പിച്ചു. ആ ഹാറ്റ് ഉണ്ടാക്കിയത് 129 നമ്പർ ജോൺ അണ്ടർവുഡ് ആൻഡ് സൺസ് ആണെന്ന് ഹോംസ് പറഞ്ഞപ്പോൾ ഗ്രെഗ്സന്റെ കണ്ണു തള്ളി. നിങ്ങളത് ശ്രദ്ധിക്കുകയും ആ സ്ഥലത്ത് പോവുകയും ചെയ്തു എന്ന് ഗ്രെഗ്സൺ ചോദിച്ചപ്പോൾ ഇല്ലെന്നായിരുന്നു ഹോംസിന്റെ പ്രതികരണം. ആ അവസരം പാഴാക്കരുതായിരുന്നു എന്ന് ഗ്രെഗ്സൺ പറഞ്ഞു. കാരണം ആ തൊപ്പി റബ്ബർക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു എന്നും ടോർക്കെ മട്ടുപ്പാവിന്റെ ഷാർപ്പൻഡ കൊണ്ട് പോവുകയായിരുന്നെന്നും ഗ്രെഗ്സൺ മനസ്സിലാക്കി. റബ്ബർ കൊല്ലപ്പെട്ടതിനെ പറ്റി മാഡം ചാർപെൻഡറിയോട് തിരക്കിയപ്പോൾ അവരാകെ പതറിയെന്നും അവരുടെ മകൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും എന്നാൽ അവൻ കുറ്റക്കാരനാണെന്ന് എല്ലാവരും വിചാരിക്കുന്നെന്നും അവർ പറഞ്ഞു. കാരണം അവന്റെ പൂർവ്വകാല ചരിത്രം അങ്ങനെയുള്ളതാണ്. മകൻ നിരപരാധി എങ്കിൽ എന്തിന് ഭയപ്പെടണമെന്ന് ഗ്രെഗ്സൺ ചോദിച്ചപ്പോൾ 3 ആഴ്ചയായി റബ്ബർ ഉണ്ടായിരുന്നെന്നും കൂടെ സെക്രട്ടറി സാൻജർനനും ഉണ്ടായിരുന്നെന്നും പറഞ്ഞു. റബ്ബർ പൊതുവെ ഒരു മുരടനായിരുന്നു. നന്നായി മദ്യപിച്ചിരുന്നു. ആലീസിനെ കൈവയ്ക്കുക പോലും ചെയ്തു. ഇത്രയുമായിട്ടും എന്തുകൊണ്ട് അവനെ ഇറക്കി വിട്ടില്ലെന്ന് ഗ്രെഗ്സൺ ചോദിച്ചു. അവർ രണ്ടുപേരും നിത്യേന വാടകയായി ഓരോ പവൻ തന്നിരുന്നെന്നും വാടകക്കാരെ കിട്ടാതിരുന്ന കാലത്ത് ആഴ്ചയിൽ 14 പവൻ കിട്ടുന്നത് വലിയ കാര്യമാണെന്നും നേവിയിലുള്ള മകന് വേണ്ടി നല്ല തുക ആവശ്യമായിരുന്നതിനാൽ ആദ്യമൊക്കെ അവരെ സഹിച്ചെങ്കിലും ഒടുവിൽ അവരെ ഒഴിപ്പിച്ചെന്നും ആ സ്ത്രീ പറഞ്ഞു. പിന്നീട് അവരുടെ മകൻ വന്നപ്പോൾ അവർ ഒന്നും പറഞ്ഞില്ലെന്നും സഹോദരിക്ക് അനുഭവപ്പെട്ട അപമാനം അവർ സഹിക്കില്ലെന്നും മകൻ പോയി 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ റബ്ബർ വീണ്ടും തിരിച്ചു വന്ന് ആലീസിനോട് അവനോടൊപ്പം ചെല്ലാൻ പറഞ്ഞു. മാഡം ചാർപെന്റിയർ അങ്ങനെയാണ് അറിയിച്ചത്. ഗ്രെഗ്സൺ തുടർന്നു. റബ്ബർ മാഡം ചാർപെന്റിയറെ നോക്കി ആലീസിനോട്, കിഴവി പാട്ടിന് പോട്ടെ, നീ വാ, എൻ്റെ അടുത്ത് വേണ്ടത്ര പണമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കടന്നു പിടിച്ചു. ഈ ബഹളം കേട്ട് അവരുടെ മകൻ ഓടി വന്നു. ആർതർ അയാളെ തല്ലി. അയാളും തിരിച്ചു തല്ലി. ഇത് കണ്ട് മാഡം ചാർപെന്റിയർ പിൻവാങ്ങി. ആർതർ ഒരു വടിയുമെടുത്ത് ട്രബ്ബറെ പിന്തുടർന്നു. അടുത്ത ദിവസം കേട്ടത് ട്രബ്ബറുടെ കൊലപാതക വാർത്തയും. ഇത്രയും പറഞ്ഞ് ഗ്രെഗ്സൺ ഒരു തീരുമാനത്തിലെത്തിയതുപോലെ ഹോംസിനോട് പറഞ്ഞു. പിന്നീട് എന്താണ് ഉണ്ടായതെന്ന് ആ വൃദ്ധയ്ക്കറിയില്ല. കാരണം അവർ അകത്ത് കിടന്നുറങ്ങുകയായിരുന്നു. മകൻ പൂട്ടിയിട്ടു പോയി. വ്യക്തം, കൊല ചെയ്തത് നേവിക്കാരൻ ചാർപെന്റിയർ തന്നെ. മാത്രമല്ല, ട്രബ്ബറെ കൊന്നതിനല്ലേ എന്നെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് അവൻ എന്നോട് ചോദിക്കുകയും ചെയ്തു. ആ വടിയും അവന്റെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ അന്തിമ തീരുമാനം എന്താണെന്ന് ഹോംസ് ഗ്രെഗ്സനോട് ചോദിച്ചു. ഗ്രെഗ്സൺ പറഞ്ഞു. അവൻ ട്രബ്ബറെ ബ്രക്സ്റ്റൺ റോഡിലൂടെ ഓടിച്ചു. അവിടെ വെച്ച് പൊരിഞ്ഞ അടി നടന്നു. ട്രബ്ബർക്ക് തലയിൽ അടിയേറ്റു.
പുറമേക്ക് മുറിവില്ലാത്ത വിധത്തിൽ അവൻ ചത്തു വീണു. ചാർപ്പന്റിയർ മഴയത്തൊഴിഞ്ഞ വീട്ടിലേക്ക് ശവം വലിച്ചു മാറ്റി. പിന്നെ ആ മെഴുകുതിരിയും ചോരക്കറയും ചുമരിലെ എഴുത്തും മോതിരവുമെല്ലാം പോലീസിനെ വഴിതെറ്റിക്കാനുള്ള വെറും തന്ത്രങ്ങൾ മാത്രമായിരുന്നു. നിങ്ങൾ വളരെ പുരോഗമിച്ചല്ലോ എന്ന് ഹോംസ് അർത്ഥം വെച്ച് ഗ്രെഗ്സനോട് ചോദിച്ചു. ഇപ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് തന്നെ അഭിമാനം തോന്നുന്നു, ഗ്രെഗ്സൺ തുറന്നു പറഞ്ഞു. എന്നാലും ആ ചാർപ്പന്റിയർ പയ്യൻ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കി. അവൻ ആദ്യം പറഞ്ഞത് ട്രബ്ബറെ പിന്തുടരുമ്പോൾ അയാൾ കുതിരവണ്ടിയിൽ കയറി രക്ഷപ്പെട്ടു എന്നാണ്. അവൻ തിരിച്ചു നടന്നപ്പോൾ ഒരു സ്നേഹിതനെ കണ്ടു എന്ന് പറഞ്ഞു. അയാളുടെ താമസ സ്ഥലത്തെ പറ്റി തിരക്കിയപ്പോൾ അവൻ അറിയില്ല എന്നാണ് മറുപടി നൽകിയത്. ലെസ്ട്രേഡ് തകർത്ത് അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല. അപ്പോൾ ലെസ്ട്രേഡ് അങ്ങോട്ട് കടന്നു വന്നു. അയാളുടെ മുഖത്തൊരു വല്ലായ്മയായിരുന്നു. ആകെ അവശനായ മട്ടുണ്ട്. ഹോംസിനോട് എന്തോ പറയാൻ പുറപ്പെട്ടു. പക്ഷേ ഗ്രെഗ്സനെ അവിടെ കണ്ടപ്പോൾ ഒരു പരിഭ്രമം. അയാൾ മെല്ലെ പറഞ്ഞു, നല്ലൊരു കേസ് തന്നെ, എന്നാൽ ഒരു തുമ്പും കിട്ടുന്നില്ല. നിങ്ങൾക്ക് അതേ സാധിക്കൂ, ഗ്രെഗ്സൺ പറഞ്ഞു. സെക്രട്ടറി സാർജന്റിനെ കണ്ടെത്താനെങ്കിലും കഴിഞ്ഞു? അതിങ്ങനെ? വെളുപ്പിന് 6 മണിക്ക് തന്നെ അയാളെ കൊന്നില്ലേ? ഹാലിയുടെ ഹോട്ടലിൽ വെച്ചാണ് സംഭവം. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി. ഗ്രെഗ്സൺ വെപ്രാളത്തിൽ മദ്യം അകത്താക്കി. ഹോംസ് നിർവികാരനായിരുന്നു. ഇത് ആശ്ചര്യം തന്നെ, ഹോംസ് പറഞ്ഞു. ഇപ്പറഞ്ഞത് ശരിയോ എന്ന് ഗ്രെഗ്സൺ ലെസ്ട്രേഡിനോട് ചോദിച്ചു. അതേ എന്ന് ലെസ്ട്രേഡ് പറഞ്ഞപ്പോൾ ഹോംസ് അതേക്കുറിച്ച് വിശദമായി പറയാൻ ആവശ്യപ്പെട്ടു. ട്രബ്ബറുടെ കൊലപാതകവുമായി സ്റ്റാർജന്റിന് ബന്ധമുണ്ടെന്ന് കരുതിയിരുന്നെങ്കിലും ഇപ്പോൾ ആ ധാരണ തെറ്റിയെന്നും ലെസ്ട്രേഡ് പറഞ്ഞു. 3-ാം തീയതി ട്രബ്ബറും സ്റ്റാർജന്റിനും യൂസ്റ്റൺ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നിച്ചുണ്ടായതിനു ശേഷം വെളുപ്പിന് 2 മണിക്ക് ട്രബ്ബറുടെ ശവം കണ്ടതിനാലാണ് അങ്ങനെയൊരു നിഗമനത്തിലെത്തിയത്. അതിനാൽ സ്റ്റാൻജറിനെ അന്വേഷിക്കാൻ ലിവർപൂളിലേക്ക് കമ്പി അയക്കുകയും കപ്പലുകൾ പരിശോധിക്കാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു. മാത്രമല്ല യൂസ്റ്റണിലും പരിസരങ്ങളിലുമുള്ള ഹോട്ടലുകളിലും തിരക്കി. ഹോട്ടലിൽ തിരക്കിയപ്പോൾ അയാൾ അവിടെ മുറിയെടുത്തു എന്നറിഞ്ഞു. ആ മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ പുറത്തേക്ക് ചോര ഒഴുകുന്നു. അത് കണ്ട് താൻ അന്തിച്ചു പോയെന്ന് ലെസ്ട്രേഡ് പറഞ്ഞു. അകത്ത് ചെന്ന് നോക്കിയപ്പോൾ ജോസഫ് സ്റ്റാർജൻ മരിച്ചു കിടക്കുന്നു. ഇടതു നെഞ്ചിൽ ഹൃദയം കീറുന്ന തരത്തിലുള്ള ഒരു വലിയ മുറിവുണ്ട്. മാത്രമല്ല അയാളുടെ പുറത്ത് രക്തം കൊണ്ട് റേച്ചയെന്ന് എഴുതിയിട്ടുമുണ്ട്. കൊലപാതകയെ ഹോട്ടലിന് പിന്നിലെ ഇറച്ചി വെട്ടുന്നിടത്തുകൂടി കടന്നു പോകുന്ന ഒരു പാൽ കച്ചവടക്കാരൻ കണ്ടിട്ടുണ്ട്. 2-ാം നിലയിലേക്ക് ചാരി വെച്ചിരിക്കുന്ന ഒരു ഏണിയും ഏണിയിൽ ഇറങ്ങി വരുന്ന ആളെയും കണ്ടു. ആദ്യം വല്ല അറ്റകുറ്റപ്പണിക്കും കയറിയതായിരിക്കുമെന്നാണ് പാൽ കച്ചവടക്കാരൻ കരുതിയത്. എങ്കിലും ഇത്ര വെളുപ്പിന് അതുണ്ടാവില്ലല്ലോ എന്നും വിചാരിച്ചു. അതിനാൽ ആള് നന്നായി ശ്രദ്ധിച്ചു. ഒത്ത പൊക്കം, തവിട്ട് നിറം, ബ്രൗൺ കോട്ട്, ഇത്രയും അവൻ വ്യക്തമായി കണ്ടു. കാര്യം നടത്തിയ ഉടനെ കൊലപാതകി മുറി വിട്ടില്ലെന്ന് കരുതണം. മുറിയിലെ കൈ കഴുകുന്ന പാത്രത്തിൽ ചോര കലർന്നിരുന്നു. വേണമെന്ന് വിചാരിച്ചിട്ടെന്ന പോലെ കിടക്കവരിയിൽ കത്തി അമർത്തി തുടച്ചിട്ടുമുണ്ട്. ആ മുറിയിൽ നിന്ന് വേറെ വല്ല തെളിവും കിട്ടിയോ എന്ന് ഹോംസ് ചോദിച്ചപ്പോൾ അങ്ങനെ പറയത്തക്കതായി ഒന്നുമില്ലെന്നും സ്റ്റാർജന്റെ പോക്കറ്റിൽ ട്രബ്ബറുടെ പേഴ്സ് ഉണ്ടായിരുന്നുവെന്നും ലെസ്ട്രേഡ് പറഞ്ഞു. സെക്രട്ടറി എന്ന നിലയിൽ ഇത് സ്വാഭാവികമാണല്ലോ. അതിൽ 80 പവനും കുറച്ച് ചില്ലറയും ഉണ്ടായിരുന്നു. ഒന്നും കളവ് പോയിട്ടില്ല. അതിനാൽ ഇതിൽ പണാപഹരണം ഇല്ലെന്ന് മനസ്സിലാക്കാം. പിന്നെ ഒരു ടെലഗ്രാമാണ്. അത് 1 മാസം മുമ്പത്തെയാണ്. ക്ലിവന്റിൽ നിന്നും അടിച്ചത്. JH യൂറോപ്പിലുണ്ട് എന്ന് മാത്രമാണ് അതിൽ എഴുതിയിരുന്നത്. ഫ്രമോ അഡ്രസ്സോ ഇല്ല. പിന്നെ കിട്ടിയത് ഒരു പുസ്തകമാണ്. ഉറങ്ങും മുമ്പ് അത് വായിച്ചു എന്ന് ധരിക്കാം. ഒരു പൈപ്പും മേശപ്പുറത്ത് ഒരു ഗ്ലാസ് വെള്ളവും ജനൽപ്പടിയിൽ ചില ഗുളികകളുടെ സ്ട്രിപ്പും ആ ഗുളികകളിൽ 2-3 ബാക്കിയുമുണ്ട്. പെട്ടെന്ന് ഹോംസ് ഒരു സാമ്രാജ്യം കൈയടക്കിയതുപോലെ ചാടി എഴുന്നേറ്റു. എല്ലാം തെളിഞ്ഞു. ഇത് കണ്ട് ഗ്രെഗ്സണും ലെസ്ട്രേഡും അന്തിച്ചു നിന്നു. ഹോംസ് പറഞ്ഞു, എനിക്ക് ആ ജനൽപ്പടിയിലെ ഗുളികകൾ ഉടനെ കാണണം. അത് താൻ കൊണ്ടുവന്നു എന്നും അതോടൊപ്പം കമ്പിക്കുറുപ്പും പേഴ്സും ഉണ്ടെന്നും എന്നാൽ ഗുളികകളിൽ എന്തെങ്കിലും കാര്യമുള്ളതായി തനിക്ക് തോന്നുന്നില്ലെന്നും ലെസ്ട്രേഡ് പറഞ്ഞു. ഡോക്ടർ വാട്സൺ ആ ഗുളികകൾ പരിശോധിച്ചു.
മുത്തുകൾ പോലെ തീരെ ചെറിയത്, ചുവന്ന നിറം, വെളിച്ചം തട്ടിയാൽ തിളങ്ങും, മറുപുറം കാണാം, വെള്ളത്തിൽ അലിഞ്ഞു പോകുന്നവയാണ് അത്. വാട്സൺ ഇന്നലെ ഒരവശയായ പട്ടിയെ എങ്ങനെയും കൊല്ലണമെന്ന് നമ്മുടെ വീട്ടുടമസ്ഥൻ പറഞ്ഞത് ഓർക്കുന്നു. അതിനെ ഉടനെ ഇവിടേക്ക് കൊണ്ടുവരൂ, ഹോംസ് പറഞ്ഞു. ആ പട്ടിയെ മെത്തയിൽ കിടത്തി. ഗുളിക മുറിച്ച് ഒരു ഭാഗം വെള്ളത്തിലിട്ടു. അതലിഞ്ഞു. അപ്പോൾ ലെസ്റ്റേർഡ് പറഞ്ഞു, ഇതെന്തൊരു ഭ്രാന്താണ്. ഇപ്പോൾ മനസ്സിലാവും, ഹോംസ് പറഞ്ഞു. ഗുളിക ചേർത്ത വെള്ളത്തിൽ അല്പം പാൽ ചേർക്കൂ. പാൽ ചേർത്ത ആ വെള്ളം പട്ടിക്ക് മുന്നിൽ വെച്ചു. പട്ടി അത് കുടിച്ചു. ഒന്നും സംഭവിച്ചില്ല. ലെസ്റ്റേർഡും റെക്സനും ചിരിയടക്കി. ഹോംസ് അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നീട് വേറൊരു ഗുളികയുടെ പാതി അതിലേക്കിട്ടു. അതും പട്ടിക്ക് മുന്നിൽ വെച്ചു. അത് കുടിച്ചതും പട്ടിക്കൊരു വിറയൽ വന്നു. അത് കാൽ മുന്നോട്ട് നിവർത്തി വായി പിളർന്നു. ഈ ഗുളികയിൽ ദുരൂഹതയുണ്ട്. ഒരു ഗുളിക നല്ലതും മറ്റേത് വിഷവുമാണ്. ഇത് ഞാൻ നേരത്തെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. റെക്സൺ അക്ഷമനായി. ഹോംസ്, നിങ്ങൾ മിടുക്കനാണെന്ന് സമ്മതിച്ചു തരാം. എന്നാൽ പ്രതിയെ പിടിക്കണ്ടേ? പരസ്പര ബന്ധമില്ലാതെ പുലമ്പിയിട്ട് എന്താണ് കാര്യം? കുറ്റവാളിയായ നേവിക്കാരൻ പയ്യനെ ഞാൻ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. ലെസ്റ്റേർഡ് സ്റ്റേർജനെയാണ് സംശയിച്ചതെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. നിങ്ങൾ രണ്ടാൾ പറയുന്നതും ഞാൻ അംഗീകരിക്കാം. എന്നാൽ പ്രതി ആരെന്ന് പറയാൻ നിങ്ങൾക്കാകുമോ? ഇക്കാര്യവുമായി ലെസ്റ്റേർഡ് യോജിച്ചു. കാരണം പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ വീണ്ടും ഇങ്ങനെയുള്ള കുറ്റങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് ചിന്തിച്ച ശേഷം ഹോംസ് പറഞ്ഞു, ആളെ എനിക്കറിയാം. പ്രതി നല്ല അപകടകാരിയാണ്. തടിയൂരാൻ ബഹുമിടുക്കനുമാണ്. അവന് മറ്റൊരാളുടെ ഉറ്റ തുണയുമുണ്ട്. നമ്മളൊന്നും അറിഞ്ഞില്ലെന്നാണ് അവരുടെ ധാരണയെങ്കിൽ എളുപ്പമാവും. പക്ഷേ അവർക്ക് സംശയം തോന്നിയാൽ മുങ്ങിക്കളയും. പെട്ടെന്ന് ആരോ വന്നു. അത് ബിഗിൻസ് ആയിരുന്നു. കുതിരവണ്ടിയെത്തി. മിടുക്കൻ, ഹോംസ് പെട്ടെന്ന് വിലങ്ങെടുത്തു. ഇത് നല്ല ബലമുള്ളതാണ്. പൂട്ടാൻ ഒരു നിമിഷം മതി. വണ്ടിക്കാരനോട് വരാൻ പറയൂ. എന്റെ പെട്ടികൾ പൊക്കാൻ ഒരാൾ വേണം. തുടർന്ന് ഹോംസ് ഒരു തുകൽ പെട്ടിയിൽ സാധനങ്ങൾ നിറച്ചു. വണ്ടിക്കാരനെത്തി. ഒന്ന് സഹായിച്ചാലും അവൻ കുനിഞ്ഞിരുന്നതും ഒരു കുലുക്കവും കിലുക്കവുമെല്ലാം കേട്ടു. സുഹൃത്തുക്കളെ, ഹോംസ് കത്തുന്ന കണ്ണുകളോട് പറഞ്ഞു, റബ്ബറേയും ജോസഫ് സ്റ്റാർജനെയും കൊന്ന ജെഫേഴ്സൺ ഹോപ്പിനെ ഞാനിതാ അറസ്റ്റ് ചെയ്യുന്നു. വണ്ടിക്കാരന്റെ കയ്യിൽ വിലങ്ങ് വീണു. എല്ലാവരും അന്തം വിട്ടു നിന്നു. അടുത്ത ക്ഷണം വണ്ടിക്കാരൻ ജനലിലൂടെ ഒറ്റച്ചാട്ടം. കണ്ണാടി ചില്ല് തകർന്നു. എന്നാൽ രക്ഷപ്പെട്ടില്ല. ലെസ്റ്റേർഡും ഹോംസും ഉടൻ തന്നെ അവനെ ആഞ്ഞു പിടിച്ചു. വലിച്ചിടിച്ച് അകത്താക്കി. ഉടനെ അവൻ ആഞ്ഞൊന്നടിച്ചപ്പോൾ 4 പേർ താഴെ വീണു. അത്ര കരുത്ത്. അവന്റെ മുഖത്തും കയ്യിലും കണ്ണാടി തറച്ച ചോരപ്പാടുകൾ ഉണ്ടായിരുന്നു. ലെസ്റ്റേർഡിന്റെ കരുത്തിൽ അവന് ശ്വാസം മുട്ടി. അവന്റെ കൈയും കാലും ചേർത്ത് കെട്ടി. അവൻ അടങ്ങി. തന്നെ കെട്ടാൻ വള്ളി താൻ തന്നെ വലിച്ചു വെക്കുന്നു, ഹോംസ് പറഞ്ഞു. ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള വണ്ടി ഇവൻ തന്നെ കൊണ്ടുവന്നു. ഇനി ചോദിച്ചോളൂ. എത്ര മറുപടി പറയാനും ഞാൻ തയ്യാർ, ഹോംസ് അഭിമാനപൂർവ്വം പറഞ്ഞു. തുടരും.